കൊല്ലം അരിപ്പ ഭൂമിയിലെ പ്രശ്നം പരിഹരിക്കാൻ ഈ മാസം 29-ന് മന്ത്രിതല യോഗം ചേരുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. അരിപ്പയിൽ പട്ടയം ലഭിച്ചിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനാകാത്ത ജനങ്ങളെക്കുറിച്ചുള്ള അതായത് വനവകുപ്പ് അനുവദിക്കുന്നില്ല, ഇത് വനഭൂമിയാണ്, നിങ്ങൾക്ക് നിർമ്മാണം നടത്താൻ കഴിയില്ല. രണ്ട് വകുപ്പും ധാരണയോടെയൊക്കെ കൂടിയാണ് പട്ടയം നൽകിയതെന്നാണ് ജനങ്ങൾ വിശ്വസിച്ചു. പക്ഷേ അത് തെറ്റായിരുന്നു. എന്നാൽ അതിനൊരു പരിഹാരം കാണുമെന്ന് മന്ത്രി തന്നെ അറിയിക്കുകയാണ്. അരിപ്പയിൽ താമസിക്കുന്ന ജനങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടില്ല എന്ന് മന്ത്രി ഷിബു ബേബി ജോൺ മാതൃഭൂമി ന്യൂസിനോട് ഉറപ്പ് നൽകി. 15 വർഷത്തിലധികമായി സമരം ചെയ്ത് ലഭിച്ച ഭൂമിയുടെ പട്ടയം നഷ്ടമാകുമെന്ന് ആശങ്കപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങൾ കൊല്ലം അരിപ്പയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി മാതൃഭൂമി സംപ്രേഷണം ചെയ്യുന്നതാണ്. വനംവകുപ്പും വനംവകുപ്പും തമ്മിലുള്ള തർക്കമാണ് ഒരു പ്രശ്നമായി കാണുന്നത്. കാര്യം ഇലക്ഷൻ സമയത്ത് തൊട്ട് മുമ്പാണ് ഇവർക്ക് പട്ടയം നൽകുന്നു, അവർ പോക്കുവരവ് ചെയ്തു. പക്ഷേ ഇപ്പോൾ ആ ഭൂമിയിൽ മരം മുറിക്കാനോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളോ സാധിക്കില്ല എന്നാണ് വനംവകുപ്പ് പറയുന്നത്. ഇല്ല, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്ത ചില കാര്യങ്ങൾ, അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ പൂർത്തീകരിക്കാതെ ചെയ്തതിൽ ഒന്നാണ് അരിപ്പ വിഷയം. കാരണം ഇത് റവന്യൂവിന് കൊടുത്ത ഭൂമിയാണ്. റവന്യൂവിന് കൊടുത്ത ഭൂമി പിന്നെ ഒരു കുത്തകപ്പാട്ടമായി കൊടുത്തു. അതിപ്പോൾ തിരിച്ചു വന്ന് പട്ടയത്തിന് വേണ്ടി കൊടുക്കുന്ന പശ്ചാത്തലത്തിൽ ഫോറസ്റ്റ് റെക്കോർഡ്സിൽ ഇത് ഡിസ്റിസേർവ് ചെയ്തിട്ടില്ല. ഡിസ്റിസേർവ് ചെയ്തിട്ടില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ, ഭൂമിയായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു കൊടുക്കുന്നതിന് മുമ്പ്. പക്ഷേ എന്താണേലും ഈ വിഷയം ഈ 29-ാം തീയതി ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയും ഞങ്ങളെല്ലാം കൂടെ ചേർന്നൊരു യോഗം കൂടുന്നുണ്ട്. അവിടെ കേരളത്തിലെ ഇത്തരം തർക്ക വിഷയങ്ങൾ അജണ്ടയിൽ വരുന്നുണ്ട്. അതിൽ സ്പെസിഫിക് അജണ്ടയായിട്ട് അരിപ്പ ഭൂ വിഷയം വരുന്നുണ്ട്. അവരാശങ്കപ്പെടേണ്ട. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് പരിഹാരം എങ്ങനെ കാണാനൊക്കെ എന്നുള്ളതിന് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. ഒരു പ്രധാനപ്പെട്ട ആശങ്ക അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നുള്ളതാണ്. കാര്യം ഒരു ഗതിയുമില്ല, വൈദ്യുതിയില്ല, മറ്റുള്ള ശുദ്ധമായ വെള്ളമില്ല. അങ്ങനെ ഇല്ലാത്ത സ്ഥലത്ത് പോലും എങ്ങനെയെങ്കിലും ഒരു തുണ്ട് ഭൂമി ഉണ്ടല്ലോ എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരാണ്. അല്ല, അവരുടെ വിശ്വാസം അസ്ഥാനത്താകത്തില്ല. ഞങ്ങൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കും. അവരെ ആരും ഇപ്പോൾ ഇറക്കി വിടുന്ന പ്രശ്നമില്ല. ആ കാര്യം ഉറപ്പ് നൽകാം. പക്ഷേ നമുക്ക് ചെയ്യേണ്ട ഒരു പ്രക്രിയ ചെയ്തില്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും കൊടുക്കാനൊക്കത്തില്ല. ഡിസ്റിസേർവ് ചെയ്യാത്ത ഭൂമിയെ സംബന്ധിച്ചിടത്തോളം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള അനേക തടസ്സങ്ങളുണ്ടാകും. അതുകൊണ്ട് അതിന് പരിഹാരം കാണാൻ ഗവൺമെൻറ് അവരോടൊപ്പം നിൽക്കും. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന എങ്ങനെ കൊടുക്കാനൊക്കെ എന്നുള്ളത് നോക്കി ഡിസ്റിസേർവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിപ്പോൾ അവർ കൊടുക്കണമെന്നില്ല. അതിന് കോമ്പൻസേറ്ററി എഫോറസ്റ്റേഷൻ എന്നുള്ള ഇത് വരും, പകരം ഭൂമി കൊടുക്കണം. ഇതൊക്കെയാണ് നിയമം പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ചർച്ച ചെയ്ത് അവർക്ക് അനുകൂലമായിട്ട് എങ്ങനെ തീരുമാനിക്കാനൊക്കെ ഒന്ന് നോക്കാം. എന്തായാലും അരിപ്പയിലെ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. 29-ാം തീയതി വനം വകുപ്പ് മന്ത്രിയും റവന്യൂ മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയും ചേർന്ന് ഈ വിഷയത്തെക്കുറിച്ച് അടക്കം ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചയിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് വനമന്ത്രി ഷിബു ബേബി ജോൺ നൽകുന്നത്. ക്യാമറമാൻ ഷാനവാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. തീർച്ചയായും ആശ്വാസകരമായൊരു വാക്കുകൾ തന്നെയാണ് മന്ത്രിയിൽ നിന്നുണ്ടായത്. അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ആവശ്യം ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. റവന്യൂ വകുപ്പ്, വനം വകുപ്പ് ഇത് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് റവന്യൂ വകുപ്പ് ഭൂമി അനുവദിക്കുന്നു. തങ്ങളുടെ ഭൂമിയാണല്ലോ എന്ന് കരുതി അവർ അവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് അപേക്ഷിക്കുകയാണോ? ഇല്ല, ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് വനം വകുപ്പ് പറയുന്നത്. അപ്പോൾ എന്ത് ധാരണയിലാണ് ആ ഉദ്യോഗസ്ഥർ, ഇതിൻ്റെയൊക്കെ ചുമതലപ്പെട്ടവർ എന്ത് ആത്മാർത്ഥതയോടെയാണ് ഈ ജോലികൾ ചെയ്തതെന്നാണ് കുറേ മനുഷ്യരുടെ ഇങ്ങനെ ദുഃഖത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അതിനോടുള്ള ആളുകളുടെ പ്രതികരണം വരുന്നുണ്ട്. രാജ് പ്രസാദ് പറയുന്നു, റോഡ് വീതി കൂട്ടാൻ സമ്മതിക്കില്ല, മൊബൈൽ ടവറുകൾ അനുവദിക്കില്ല, ഇതുപോലുള്ള ജനദ്രോഹ നടപടികളാണ് വനംവകുപ്പ് പിന്തുടരുന്നത്. അടിയന്തര പരിഗണന നൽകി VDS സർക്കാർ ഈ പാവങ്ങൾക്ക് ഉടൻ വൈദ്യുതി നൽകുക എന്നാണ് അബ്ദുള്ള ആവശ്യപ്പെടുന്നത്. ഇതിനെതിരെ ഇവർക്കെതിരെയൊക്കെ പ്രതികരിക്കാൻ ആരെങ്കിലും കാണുമോ എന്ന് രഞ്ജിത്ത് ചന്ദ്രൻ ചോദിക്കുന്നു. ദാരിദ്ര്യമുക്ത കേരളം, സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്തൊക്കെയായിരുന്നു തള്ള് എന്ന് രാജ് പ്രസാദ് ചോദിക്കുന്നു. ഇതാണ് ആളുകളുടെ പ്രതികരണങ്ങൾ. എന്തായാലും മന്ത്രിയുടെ വാക്കുകളിൽ നമുക്ക് പ്രതീക്ഷ വയ്ക്കാം. അവിടുത്തെ ജനങ്ങളും അല്പം ആശ്വാസത്തോടെ ഇരിക്കട്ടെ.